ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സിസ്റ്ററുടെ വീട് താമസമാണ്. അതും തിരുവനന്തപുരത്ത് വെച്ചാണ്. അവിടെ പോകുക എന്നത് ഭയങ്കര ദീർഘമുള്ള യാത്രയും, പിന്നെ കൂടെ അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി ആദ്യം പോയത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരിൽ നിന്നാണ് ട്രെയിന്. അപ്പോൾ ഗുരുവായൂരിൽ പോയ രണ്ട് കാര്യമുണ്ടല്ലോ. ഭഗവാനെ ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര സന്തോഷപ്രദമാക്കാൻ വേണ്ടി ഒന്നും കൂടി ഭഗവാൻ തൊഴാലോ. ഭഗവാന്റെ സിദ്ധി നമുക്ക് ആർജിച്ചാൽ എവിടെ പോയാലും ദുർഘടം സംഭവിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം പോയത് ഗുരുവായൂരിലേക്കും. പിന്നെ ഞങ്ങളവിടെയുള്ള പാർത്ഥസാരഥി ടെമ്പിളുണ്ട്, അതും ഭഗവാന്റെ ഒരു അവതാരമാണത്. അവിടെയും പോയി തൊഴുതു. നല്ല ദീപാലങ്കാരങ്ങളെ കൊണ്ട് ശ്രേഷ്ഠമായിരുന്നു അവിടെ. അതും ദർശിച്ച് അത് കഴിഞ്ഞ് തൊട്ടടുത്ത മമ്മിയൂർ ക്ഷേത്രമുണ്ട്, അത് മഹാദേവ ക്ഷേത്രം. അവിടെയും പോയി തൊഴുത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അവിടെ പറഞ്ഞു തീർത്തു. അവിടെ അന്ന് വിളക്ക്, അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന ഒരു ഇത് അരങ്ങേറിയിരുന്നു. അതും കണ്ടു, തൊഴുതു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ദർശിക്കുക തന്നെ വേണം കൂട്ടരെ. എൻ്റെ ഇത് കാണുന്നതനുസരിച്ച് നിങ്ങളിത് ലൈക്കും കമൻറ്റും തന്നേക്കണേ. അധികം ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിലും കുറച്ച് പരിമിതമായ ദിവസമായിട്ടെങ്കിലും എനിക്കത് പറയാനായിട്ട് നിങ്ങളോട് തോന്നുന്നത്, നിങ്ങളിതെനിക്ക് കൂടുതൽ ലൈക്ക് തരുമെന്ന സന്തോഷത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ ട്രെയിനിലാണ് പോകുന്നത്. കിടക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സുന്ദരമായ യാത്രയാണ്. അമ്പലങ്ങളിൽ പോയ ഐതിഹ്യങ്ങളൊന്നും എനിക്ക് പറയാൻ അത്രയ്ക്കും കൂടുതൽ മനോഹരമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. അതും ഭയങ്കര വേഗം എല്ലാവരും കഴിച്ചു വെച്ചിട്ട് അതിരാവിലെ എത്തിയെങ്കിലും എല്ലാവരും കഴിച്ചു വെച്ച് ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വേണം വീട് താമസത്തിന് പോവാൻ. അതിനു മുമ്പ് ഞങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണണമെന്ന് വലിയ മോഹമുണ്ട് എനിക്ക്. ഒരുപാട് കാലത്തെ ഒരു മോഹമായിരുന്നു അത് കാണണമെന്നുള്ളത്. അത് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് കാണാൻ പറ്റി. നന്നായി പ്രാർത്ഥിച്ചു ഭഗവാനെ. അത് കഴിഞ്ഞ് പഴവങ്ങാടി ഗണപതിയെയും നന്നായി പ്രാർത്ഥിച്ചു പോന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഒരുമിച്ച് കണ്ടുമുട്ടി. ഞങ്ങൾ ഹൗസ് വാമിങ് സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കൂട്ടുകാർ ഒന്നിച്ച് ഹോട്ടലിൽ പോയി ചായയെല്ലാം കുടിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് വീട് താമസത്തിനെത്തി. വീട് കുഴപ്പമില്ല, നല്ല വീടാണ്. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ വീട് അലങ്കരിച്ചിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് ഫോട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് രണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫിൻ്റെ വീട് സന്ദർശനമൊക്കെ നടത്തി. പിന്നെ അതിനിടയിൽ എൻ്റെ മ്യൂസിക് ഗ്രൂപ്പിലുള്ള ഒരാളെയും കണ്ടു. പിന്നെ ഞാൻ സന്തോഷമായി വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അത് ഭയങ്കര തിരക്കോട് കൂടി തന്നെ ജോലിക്കും